മൂന്നാറിൽ വഴിയോരക്കടകൾ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം പൊളിച്ചു നീക്കുന്നു. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശത്തെ വഴിയോരക്കടകൾ പൊളിക്കണമെന്ന ഉത്തരവിലാണ് നടപടി. സ്ഥലത്ത് പ്രതിഷേധവുമായി കച്ചവടക്കാർ രംഗത്തെത്തി. രാഹുൽ വിജയനുണ്ടായ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. രാഹുൽ, ഒരു ഉത്തരവിനെ തുടർന്നാണ് ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് അധികൃതർ കടക്കുന്നത്. എന്താണ് അവിടുത്തെ ആളുകളുടെയൊക്കെ പ്രതികരണം? ഈ നടപടികളൊക്കെ പൂർത്തിയായോ? അമൃത, നിലവിൽ ഈ നടപടി നിർത്തിവെച്ചിരിക്കുകയാണ്. താൽക്കാലികമായിട്ട് കുറച്ച് കടകൾ, വഴിയോര കടകൾ മാത്രമാണ് പൊളിച്ചു നീക്കിയത്. അതിന് പിന്നാലെ തന്നെ ആളുകളുടെ ഈ കച്ചവടം നടത്തിയിരുന്ന ആളുകളുടെ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് ഈ നടപടി ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഈ ബൊട്ടാനിക്കൽ ഗാർഡന്റെ സമീപത്ത് മണ്ണിടിച്ചിലുണ്ടാവുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ വീണ്ടും മണ്ണിടിയാൻ സാധ്യതയുള്ളതിനാൽ അതിനോട് ചേർന്നിരിക്കുന്ന വഴിയോര കടകളൊക്കെ അപകടം ഭീഷണി നേരിടുന്നവയാണ്. അതുകൊണ്ട് തന്നെ അത് മാറ്റണം എന്നുള്ളതായിരുന്നു കളക്ടറുടെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായിട്ട് പോകുന്ന ആറോ ജംഗ്ഷനിലും അതുപോലെ തന്നെ എഡ്വർക്സ് ഡാമിന്റെ ഭാഗത്തും സ്ഥിതി ചെയ്യുന്ന കടകളും വഴിയോര കടകളും പൊളിച്ചു മാറ്റണമെന്ന് ഈ ഉത്തരവിലുണ്ടായിരുന്നു. എന്തായാലും ആളുകളുടെ പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്ന് പൊളിക്കൽ നടപടി താൽക്കാലികമായിട്ട് നിർത്തിയിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും ഈ അപകട സാധ്യതയുള്ള മേഖലകളിൽ ഇരിക്കുന്ന വഴിയോര കടകൾ പൊളിച്ചു നീക്കും എന്നുള്ളതാണ് ദേവികുളം സബ് കളക്ടർ ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.